കഞ്ഞിക്കുഴിയിൽ ലോകകപ്പ് ആവേശം വേറിട്ട രീതിയിൽ. പഞ്ചായത്ത് ഓഫീസിലെത്തുമ്പോൾ സാധാരണയായി കാണുന്നത് ഫയലുകളും അപേക്ഷകളുമാണ്. എന്നാൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗോൾ പോസ്റ്റും ഫുട്ബോളുമാണ്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം ഗ്രാമീണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേറിട്ട ആശയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഇനി പഞ്ചായത്ത് ഓഫീസിലെത്തുന്നവർക്ക് സേവനങ്ങൾ മാത്രമല്ല, ഗോൾ അടിക്കാനുള്ള അവസരവും കാത്തിരിക്കുന്നു. ഓഫീസിലെത്തുന്നവർക്ക് ഗോളടിക്കാൻ ഫുട്ബോളും ഗോൾ പോസ്റ്റും ഒരുക്കിയിരിക്കുകയാണ് ജനപ്രതിനിധികളും ജീവനക്കാരും. ഓഫീസിന് മുൻവശമാണ് ഷൂട്ടൌട്ട് വേദി തയ്യാറാക്കിയിട്ടുള്ളത്. ഫുട്ബോൾ പ്രേമികളുടെ ആവേശം ശക്തമാക്കുന്നതിനും ലഹരിക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായുമാണ് പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ഫുട്ബോൾ ഫൈനൽ വരെ ആർക്കും വന്ന് ഗോളടിക്കാൻ കഴിയുന്ന വിധമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പരിപാടിക്ക് ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സേവനങ്ങൾക്കായി എത്തിയ നിരവധി പേർ കൗതുകത്തോടെ പന്തടിച്ച് ആഘോഷത്തിന്റെ ഭാഗമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ ആദ്യ ഗോളടിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകം ഏറെ ആവേശത്തോടെ നോക്കിക്കാണുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്നലെ തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ ഇന്നലെ നല്ലൊരു ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ അത്തരത്തിലൊരു ചടങ്ങ് നടത്തണമെന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് താല്പര്യപ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഫുട്ബോളിനെ വെറും ഒരു ഗെയിമായിട്ടല്ല നമ്മൾ കാണുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്കാരമുള്ള, ഭാഷയുള്ള, വിവിധ രാഷ്ട്രങ്ങളിലെ ജനങ്ങളെ ആകെ ബന്ധിപ്പിക്കുന്ന ഒരു കായിക വിനോദം കൂടിയാണ് ഫുട്ബോൾ. പരിപാടിയുടെ ഭാഗമായി കേരളോത്സവ ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായ ഫ്രണ്ട്സ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഫുട്ബോൾ സമ്മാനമായി നൽകി. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ അശ്വിൻ, ജി മുരളി, കെ വി വിജിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ സജിത ബൈജു, എം ഒ രജനി, ഹണിമോൾ, CDS വൈസ് ചെയർപേഴ്സൺ മോളി ബദ്രസേനൻ തുടങ്ങിയവർ പങ്കെടുത്തു.